വള്ളിയങ്കാവ് ഭഗവതിയുടെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. വള്ളിയങ്കാവ് ഭഗവതിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന് ഏറെ പഴക്കമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇപ്പോഴത്തെ പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേരുകയും അവിടുത്തെ ആദിവാസികൾ പാണ്ഡവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അജ്ഞാതവാസാരംഭകാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ തങ്ങൾ ആരാധിച്ച ആദിപരാശക്തിയായ വനദുർഗാ ഭഗവതിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു. ഈ ദേവിയെ നിങ്ങൾ ഭക്തിപൂർവം ആരാധിക്കുക. ദേവി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും. പാണ്ഡവർ വനവാസികളോട് നിർദ്ദേശിച്ചു. പിന്നീട് വനവാസികൾ അവരുടേതായ ആചാരപ്രകാരം ദേവിയെ പൂജിച്ചു വരികയും ദേവി വനദുർഗയായി അറിയപ്പെടുകയും ചെയ്തു. കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതെയായി. ഇതോടെ വനവാസികൾ കുടിയൊഴിഞ്ഞു. അപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്നും ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തേക്ക് ദേവി കാട്ടുവള്ളിയിൽ ആടി വന്ന് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഈ പ്രദേശത്തിന് വള്ളിയാടിക്കാവ് എന്നും പിന്നീട് ലോപിച്ച് വള്ളിയങ്കാവ് എന്നും അറിയപ്പെട്ടു. ദേവിയുടെ സാന്നിധ്യം അന്നത്തെ ഭരണകർത്താവായ വഞ്ചിപ്പുഴ തമ്പുരാന് സ്വപ്നദർശനത്തിൽ ലഭിച്ചു. അതേ തുടർന്ന് ദേവിയെ പൂജിക്കാനുള്ള അധികാരം മൂപ്പനെ ഏൽപ്പിച്ചു. ദേവിയുടെ ദൈനംദിന പൂജാദികൾ നടത്തുന്നതിന് 22 ഏക്കർ സ്ഥലം കരമൊഴിയായി നൽകുകയും ചെയ്തു. പാഞ്ചാലിമേട്ടിൽ നിന്ന് ദേവി ആടി വന്ന വള്ളി ഭീമാകാരമായി പടർന്നു കയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചു. വള്ളിക്കെട്ടിലെ 5 മൂർത്തി സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഐതിഹ്യ സൂചനയാണ്. ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ഉയരത്തിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിയോടൊപ്പം പാണ്ഡവർ തങ്ങിയ മേട് പാഞ്ചാലിമേടായി. അവിടെ ഒരു ഭാഗത്ത് ഭീമൻ ചവിട്ടിയ പാട് ഒരു കുളമായി രൂപാന്തരപ്പെട്ടു എന്നാണ് വിശ്വാസം. ആ കുളം ഇന്നും കാണപ്പെടുന്നു. തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനും യക്ഷിപ്രീതിക്കുമായി ഘോരരൂപിണിയായ ഭദ്രകാളി ദേവിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചു. ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെ കൂടി ആരാധിച്ചു വന്നു. കാലാന്തരത്തിൽ കരിങ്കുറ്റിയാൻ ഭഗവതിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന സ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപാസിച്ചു വരികയും ചെയ്തു. ശത്രുദോഷം, ആഭിചാരം, രോഗങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവരുടെ അവസാന ആശ്രയമാണ് വള്ളിയങ്കാവിലമ്മ. അമ്മയുടെ ചൈതന്യത്തെക്കുറിച്ച് അറിയാത്തവർ വിരളമായിരിക്കും. കോട്ടയം കുമളി ദേശീയപാതയിൽ മുണ്ടക്കയത്തിനടുത്ത് 35-ാം മൈലിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കിഴക്കുമാറി ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. ആദിപരാശക്തിയായ ഭഗവതിയെ ദുർഗ, ഭദ്രകാളി എന്നീ 2 ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കുന്നു.